എബ്രഹാം കണ്ണു ചിമ്മി തുറക്കും മുന്നേ വാൻ നയനെ ഇടിച്ചു കഴിഞ്ഞിരുന്നു. അയാളുടെ കൺമുമ്പിൽ കോരിച്ചൊരിയുന്ന മഴയിൽ നയന ദൂരേക്ക് തെറിച്ചു വീണു. താഴേക്ക് പതിക്കുന്ന മഴത്തുള്ളികളെ വെല്ലുവിളിച്ചുകൊണ്ട് റോഡിൽ ആഞ്ഞടിച്ച നയനയുടെ തലയിൽ നിന്നും ചോരത്തുള്ളികൾ മുകളിലേക്ക് ചീറ്റി തെറിച്ചു. ഇരുവശങ്ങളിലുമായി പാഞ്ഞു വന്നിരുന്ന വണ്ടികൾ സഡൻ ബ്രേക്ക് ഇട്ടു. ദൂരെ വഴിയരികിൽ കൂടി നിന്നവർ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പലരും അറിയാതെ കുടയിലെ പിടുത്തം വിട്ടു. ചിലർ മഴ നനയുന്ന പോലും അറിയാതെ നിശ്ചലനായി നിന്നു. നയനയുടെ വായിൽ നിന്നും ചോര കുടുകുടാ പുറത്തേക്ക് ഒഴുകി. ശ്വാസത്തിനായി അവൾ കിണഞ്ഞു പരിശ്രമിച്ചു. എബ്രഹാം തലകറങ്ങി നിലത്തേക്ക് വീണു. ആരൊക്കെയോ ചേർന്ന് ഇരുവരെയും ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ വരാന്തയിൽ ജീവച്ഛവം പോലെ എബ്രഹാം ഇരുന്നു. നിലവിളി അടക്കാനാവാതെ ഒച്ച വെച്ചുകൊണ്ടിരുന്ന എബ്രഹാമിന്റെ ഭാര്യ അനിതയെ സിസ്റ്റർ മേരി ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ദൂരെ മാറി നിന്ന എബ്രഹാമിന്റെ വീട്ടിലെ ജോലിക്കാരനായിരുന്ന ദിലീപിനോട് അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആംബുലൻസിന്റെ ഡ്രൈവർ ചോദിച്ചു, അല്ല ചേട്ടാ, പുള്ളിക്ക് ഒറ്റമോളേ ഉള്ളൂ? അതെ. അയാളെ ഒന്ന് അടിമുടി നോക്കി ദിലീപ് പറഞ്ഞു നിർത്തി. രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് പറഞ്ഞു കേട്ട് ദിലീപ് ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഡ്രൈവർ നിർത്താൻ തയ്യാറായിരുന്നില്ല. ഇതാ പറയുന്നത്, ഒരു വീട്ടിൽ കുറഞ്ഞ് 2 മക്കളെങ്കിലും വേണമെന്ന്. ഇനിയിപ്പോൾ പുള്ളിക്കും കുടുംബത്തിന് ആരാ ഉള്ളത്? അതിന് ഇതയാളുടെ സ്വന്തം മോളെന്നല്ല മാഷേ. പിന്നെ ദിലീപിന്റെ വാക്കുകൾ കേട്ട് ഞെട്ടലോടെ ഡ്രൈവർ ചോദിച്ചു, സാറിന് മേഡത്തിനും കുട്ടികളും ഉണ്ടാവില്ല. കുറേ ചികിത്സയൊക്കെ നടത്തി നോക്കി, എവിടെ ഒരു രക്ഷയുമില്ല. എന്നാൽ ഒരു കുട്ടി അത് ദത്തെടുക്കാൻ എബ്രഹാം സാർ ആവുന്ന വിധം പറഞ്ഞു നോക്കി. അനിതാ മേഡം സമ്മതിച്ചില്ല. അങ്ങനെ കാലങ്ങൾ കടന്നു പോവേ മാഡത്തിന്റെ മാനസിക നിലയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഒടുവിൽ ചികിത്സിക്കേണ്ട ഘട്ടം വരെ എത്തി. എബ്രഹാം സാറിനെ പോലെ ഒരു പ്രമാണിയുടെ ഭാര്യ മാനസികാശുപത്രിയിൽ ചികിത്സ തേടിയെന്നറിഞ്ഞാൽ മോശമല്ലേ? അതുകൊണ്ട് സിസ്റ്റർ മേരിയുടെ നേതൃത്വത്തിലുള്ള അനാഥാലയത്തിൽ രഹസ്യമായി താമസിപ്പിച്ചു. ഡോക്ടർ ജോൺ കോശി ട്രീറ്റ്മെന്റ് നടത്തി. ട്രീറ്റ്മെന്റ് ഫലം കണ്ടു തുടങ്ങി. ഒപ്പം അവിടെ അന്തേവാസിയായിരുന്ന +1 പഠിച്ചിരുന്ന ഈ നയന എന്ന കുട്ടിയായിട്ട് മേഡം ഒരുപാട് അടുത്തു. അങ്ങനെ അവൾ ദത്തെടുക്കണമെന്ന് മാഡത്തിന് തോന്നി. ആദ്യം കുറെ എതിർപ്പുകളൊക്കെ വന്നെങ്കിലും പിന്നെ എല്ലാം കലങ്ങി തെളിഞ്ഞു. വീട്ടിൽ പോയ സന്തോഷമെല്ലാം തിരിച്ചു വന്നു. കഴിഞ്ഞ 6 മാസം ഉത്സവത്തിലായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. ഡ്രൈവർ മൗനം പാലിച്ചു. ഡോക്ടർ പുറത്തേക്ക് വന്നു. അബ്രഹാമും കൂട്ടരും പ്രതീക്ഷയോടെ എഴുന്നേറ്റ് ഡോക്ടറെ നോക്കി. ഐ ആം സോറി എബ്രഹാം, ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങൾ നിസ്സഹായരാണ്. അനിത കുഴഞ്ഞു വീണു. നേഴ്സുമാർ അവരെ പിടിച്ചെഴുന്നേൽപ്പിച്ച മുറിയിലേക്ക് കൊണ്ടുപോയി. സിസ്റ്റർ മേരി എബ്രഹാമും മിണ്ടാ നിന്നു. ഈ സമയത്ത് പറയാമോ എന്നറിയില്ല, എങ്കിലും ഒരു പ്രതീക്ഷയാണ്. ഇരുവരും ഡോക്ടറെ മാറി മാറി നോക്കി. ഹാർട്ടിന് തകരാറുള്ള ഒരു കുട്ടി, ഏതാണ്ട് ഇതേ പ്രായം. ഒരു ഡോണറേയും കാത്തി കിടക്കുന്നുണ്ട്. അതിനും ഇനി എണ്ണപ്പെട്ട നാളുകളേ ഉള്ളൂ. ആ കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായി മാച്ച് ചെയ്യുന്ന ഡോണർ വേണം. അവരുടെ ഭാഗ്യമോ നിങ്ങളുടെ നിർഭാഗ്യമോ അറിയില്ല. നയനയുടെയും ആ കുട്ടിയുടെയും ഒരു ബ്ലഡ് ഗ്രൂപ്പാണ്. എബ്രഹാം വാക്കുകൾക്കായി പരതി. അയാൾക്ക് മിണ്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഡോക്ടർ നയന എൻ്റെ സ്വന്തം മകളല്ല, അഡോപ്റ്റഡാണ്. ഇക്കാര്യത്തിൽ ഞാനെങ്ങനെ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ നിയമപരമായിട്ട് എബ്രഹാം നയനയുടെ ഗാർഡിയനാണ്. അനിതക്കും സമ്മതമാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെയ്യാം. നമ്മുടെ കുട്ടിയോ പോയി, അവളെ കൊണ്ട് മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ കഴിയുമെങ്കിൽ അതല്ലേ എബ്രഹാമേ നല്ലത്? സിസ്റ്റർ മേരിയുടെ വാക്കുകൾ കേട്ട് എബ്രഹാം അവരെ നോക്കി. ഒന്ന് സ്നേഹിക്കാൻ പോലും സമയം തന്നില്ലല്ലോ മേരിയമ്മേ. കൊണ്ടുപോയില്ലേ അവളെ? എന്തിനാ ദൈവം ഞങ്ങളോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത്? എബ്രഹാം, എത്രയും വേഗം ഒരു തീരുമാനത്തിലെത്തണം. ഒരു ജീവന്റെ കാര്യം കളയാൻ നമുക്ക് മുമ്പിൽ സമയമില്ല. എബ്രഹാം കണ്ണുകൾ തുടച്ചു. സിസ്റ്റർ മേരിയുടെ വാക്കുകൾ എബ്രഹാം സ്വീകരിച്ചു. അങ്ങനെ നയനയുടെ അവയവങ്ങൾ ദാനം ചെയ്യപ്പെട്ടു. IG സോമനാഥിന്റെ മകൾ ചേതനയ്ക്ക് അങ്ങനെ നയന പുതിയ ജീവിതം നൽകി. കുറച്ചു നാളുകൾക്ക് ശേഷം എബ്രഹാമിന്റെ വീടിന് മുമ്പിൽ IG സോമനാഥിന്റെ വണ്ടി വന്ന് നിന്നു. അതിൽ നിന്ന് സോമനാഥും ഭാര്യയും മകളും പുറത്തേക്ക് ഇറങ്ങി. ചേതനയെ കണ്ടതും അനിത ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനങ്ങൾ കൊണ്ട് അവളെ മൂടി. അബ്രഹാമും സോമനാഥും ഒരു സിഗരറ്റും കത്തിച്ച് കുറച്ചു ദൂരേക്ക് മാറി നിന്നു. എൻ്റെ മോള് തിരിച്ചു വന്നതിന് ഞാൻ എങ്ങനെയാണോ തന്നോട് നന്ദി പറയേണ്ടത്? പുകയൂതി വിട്ടുകൊണ്ട് സോമനാഥ് ചോദിച്ചു. എബ്രഹാം അയാളെ നോക്കി. എനിക്ക് തന്നെ നന്ദിയൊന്നും വേണ്ട. നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. അതെന്തായി? സോമനാഥ് ഒരു വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും. നയനയുടെ മരണത്തിന് 6 മാസം മുമ്പ് സോമനാഥിന്റെ വസതിയിൽ സഹായാഭ്യർത്ഥനയുമായിട്ട് എത്തിയ അബ്രഹാമിന് മുമ്പിൽ സോമനാഥ് വെക്കുന്ന നിബന്ധന, ഞാൻ നല്ലപോലെ ആലോചിച്ചു. ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന തന്നെയും ഭാര്യയും ഞാൻ സഹായിക്കാം. നഷ്ടപ്പെട്ട 5 കോടിയും തിരിച്ചു പിടിച്ചു തരാം. മുടങ്ങിക്കിടക്കുന്ന ഫ്ലാറ്റിന്റെ പണികൾ തുടരാനുള്ള അനുമതി മേടിച്ചു തരാം. പകരം നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എബ്രഹാം അയാളെ നോക്കി. ഞങ്ങളുടെ മകൾ ചേതനയ്ക്ക് ഇനി ഹൃദയമാറ്റ ശസ്ത്രക്രിയ അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. എത്ര മുടക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ അവളുടെ ബ്ലഡ് ഗ്രൂപ്പിന് മാച്ചായ ഡോണേഴ്സ് ആരും ഇപ്പോൾ ലിസ്റ്റിലില്ല. അതുകൊണ്ട് എബ്രഹാം സംശയത്തോടെ അയാളെ നോക്കി. കഴിഞ്ഞ ദിവസം സിസ്റ്റർ മേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന അനാഥാലയത്തിൽ കുട്ടികൾക്കായിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇനാഗ്രേഷൻ നടത്തിയ ഞാനായിരുന്നു.
യാദൃശ്ചികവശാൽ അതിലൊരു കുട്ടിക്ക് ചേതനയുടെ ബ്ലഡ് ഗ്രൂപ്പാണ്, ഒരു നയന. സോമ, നീ എന്താ ഈ പറഞ്ഞു വരുന്നത്? എബ്രഹാം ഞെട്ടലോടെ ചോദിച്ചു. അതെ, ആ കുട്ടി മരിച്ചാലേ ചേതനയ്ക്ക് ഇനി ഒരു ജീവിതമുള്ളൂ. അത് നീ എനിക്ക് ചെയ്തു തരണം. നിയമത്തിന്റെ എല്ലാ പഴുതുകളും അടച്ച് നിന്നെ ഞാൻ രക്ഷിച്ചോളാം. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. എബ്രഹാം, നിനക്ക് ജീവിക്കണോ അതോ മരിക്കണോ? നിന്നെ വിശ്വസിച്ച് കൂടെ വന്നവളെയും നിനക്ക് കൊല്ലണോ? അതിലും നല്ലതല്ലേ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു പാഴ്ജന്മത്തെ കൊല്ലുന്നത്? സോമനാഥ് അബ്രഹാമിന് മുമ്പിൽ ഓഫർ വെച്ചു. പക്ഷെ എങ്ങനെ? എബ്രഹാം പാതി മനസ്സ് വെച്ചു. പറയാം. അതിന് ചെറിയൊരു മൂഡ് സിങ്സ് ഉണ്ടല്ലോ. ഡോക്ടർ ജോൺ കോഷി ഒരു ട്രീറ്റ്മെന്റ് നാടകം നടത്താം. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ചികിത്സ നടത്തുന്നത് അബ്രഹാമിന് നാണക്കേടാണെന്നും മാത്രമല്ല അനിതയ്ക്ക് താനൊരു മനോരോഗിയാണെന്ന തോന്നലുണ്ടാക്കുമെന്നും പറഞ്ഞ് കുറച്ചു ദിവസം അനാഥാലയത്തിൽ നിർത്താൻ സിസ്റ്റർ മേരിയുടെ സമ്മതം ഞാൻ വാങ്ങിച്ചോളാം. അവിടെ വെച്ച് നയനയായിട്ട് അടുക്കാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചു കൊടുക്കാം. കൂടുതൽ അടുക്കുന്നതോടെ നയനയെ നമുക്ക് ദത്തെടുക്കാം. മോൾക്കിനി 1 കൊല്ലം കൂടിയാണ് ആയുസ് പറഞ്ഞിരിക്കുന്നത്. 6 മാസത്തോളം നിങ്ങളുടെ മകളായിട്ട് അവൾ ജീവിക്കട്ടെ. പിന്നെ ഞാൻ പറയുന്ന ഒരു ദിവസം റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പയ്യൊന്ന് കൈവച്ചേക്കുക. ബാക്കി നമ്മുടെ പിള്ളേര് നോക്കിക്കോളും. വിഷമിക്കണ്ടടാ, നമ്മളൊരു പട്ടിക്കുട്ടിയെ വാങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് വണ്ടിയിടിച്ച് കത്തു. അത്രയേ ഉള്ളൂ. ചേതന, അവൾ എൻ്റെ മോളെന്ന് പറഞ്ഞാൽ നിന്റെ കൂടിയല്ലേടാ. ആ സിഗരറ്റ് ഇപ്പോൾ കത്തിത്തീരും. പഴയ കാര്യങ്ങൾ ആലോചിച്ചെന്ന് അബ്രഹാമിനോട് സോമനാഥ് പറഞ്ഞു. എബ്രഹാം ഞെട്ടലോടെ അയാളെ നോക്കി. 5 കോടി പണവും നിർമ്മാണം പുനരാരംഭിക്കാനുള്ള ഓർഡറും പിന്നെ എൻ്റെ വക ചെറിയൊരു സമ്മാനവും വണ്ടിക്കകത്തുണ്ട്. പോയി എടുത്തോ. എബ്രഹാം വണ്ടിക്കരികിലെത്തിയതും സോമനാഥിന്റെ ഭാര്യ അയാൾക്കരികിലേക്ക് വന്നു. എനിക്കറിയായിരുന്നു എബ്രഹാം, നീ അതിന് സമ്മതിക്കുന്നു. നയനയുടെ ഹൃദയം നീ ചേതനയ്ക്ക് തരുമെന്ന്. കാരണം മറ്റാരേക്കാൾ അവൾ നിനക്ക് പ്രിയപ്പെട്ടവളാ. കാരണം അവളുടെ ബയോളജിക്കൽ ഫാദർ നിങ്ങളാണ്. പതുക്കെ, സോമനെങ്ങാനും കേട്ടാ അറിയാലോ. ഇറ്റ്സ് ഓക്കെ. എബ്രഹാം വണ്ടി തുറന്ന് പണവും പേപ്പറുകളും കൂടെ ആ ബോക്സും എടുത്തു. അരികിലേക്ക് വന്ന സോമനാഥ്, ആ സമ്മാനമൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി ഒറ്റയ്ക്കിരിക്കുമ്പോൾ സമാധാനമായിട്ട് നോക്കിയാൽ മതി. ഇപ്പൊ നമുക്ക് വല്ലതും കഴിക്കാം. സന്തോഷത്തോടെ എല്ലാവരും കുശലം പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഇറങ്ങാറായി. എബ്രഹാം ചേതനയെ അടുത്തേക്ക് വിളിച്ചു. ഒരു കിഴി അവളുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് മോള് പോകുന്ന വഴിക്ക് ചെറിയ വള്ളിയിൽ ഇടണം. മോൾക്ക് സുഖം പ്രാപിക്കാൻ അങ്കിൾ നേർന്ന. അതിനെന്താ, ഇടാലോ. വെറുതെ ഇട്ടാ പോരാ. കൃത്യം 11:30 അവിടെ ഒരു അച്ഛൻ വരും. അച്ഛൻ്റെ കയ്യിൽ നേരിട്ട് കൊടുക്കണം. നല്ലപോലെ പ്രാർത്ഥിക്കണം. സോമനാഥ് അബ്രഹാമിനെ നോക്കി. നിങ്ങൾ കയറണമെന്നില്ലടാവേ. സോമനാഥ് ചിരിച്ചു. അബ്രഹാം അനിതയും വണ്ടി കൺമുമ്പിൽ നിന്നും മറയും വരെ നോക്കി നിന്നു. സോമനാഥ് വണ്ടി പള്ളിയുടെ മുമ്പിൽ നിർത്തി. അയ്യോ, 11:30 ആവാറായി. നിങ്ങൾ ഇവിടെ ഇരിക്കും, ഞാൻ ഓടിപ്പോയിട്ട് വരാം. ചേതന പടികൾ കയറി പള്ളിയിലേക്ക് ഓടി. വീട്ടിൽ അബ്രഹാം അനിതയും ഗിഫ്റ്റ് കയ്യിലെടുത്തു. എന്നിപ്പോ അങ്ങനെ തോന്നാൻ? ഏയ്, തോന്നി. താൻ നിരാശപ്പെടണ്ട, ചിലപ്പോൾ അവളെ നമുക്ക് കിട്ടിയാലോ. എബ്രഹാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വണ്ടിയിലിരുന്ന് വാച്ചിലേക്ക് നോക്കിയ സോമനാഥ് സ്വയം ഐ ആം സോറി എബ്രഹാം, ഇനി ഈ രഹസ്യം അറിയുന്ന ഒരാൾ ഭൂമിയിൽ വേണ്ട. ഗിഫ്റ്റ് പൊട്ടിക്കാൻ ഒരുങ്ങിയ എബ്രഹാം മനസ്സിൽ പറഞ്ഞു. ഐ ആം സോറി സോമ, എൻ്റെ മകൾ എനിക്ക് വേണം. കൃത്യം 11:30 ആയതും സോമനാഥിന്റെ കാർ പൊട്ടിച്ചിതറി. അനിത ഗിഫ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്തു. എബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് അഗ്നിഗോളം ഉയർന്നു. ഒടിയോന്റെ കാൽപാദങ്ങളിൽ ചേതന സുരക്ഷിതയായിരുന്നു.